നന്നായി കൊടുത്തോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നല്ല ഖൽബുള്ളവരാവുക. അല്ലാഹു തആല നൽകിയതിനെ പറ്റിയിട്ട്, ഒരാൾക്കും നൽകിയതിനെ പറ്റിയിട്ട് ഒരു കേടും ഒരു വിഷമവും തോന്നാതെ നല്ല മനസ്ഥിതി മാത്രം തോന്നി, ഏതൊരാളെ കുറിച്ചും നല്ല ഭാവന മാത്രം തോന്നിയിട്ട് നല്ല മനസ്സുള്ളവരായി ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. 10 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം അതാണ്. അനസേ, ഇദാ അസ്ബഹത വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദ് വഇദാ അംസൈത വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദ് ഫഫഅൽ. രാവിലെയായി വൈകുന്നേരമായി രാവിലെയാകുന്നത് വരെ വ്യത്യസ്ത ആളുകളോട് നീ ഇടപഴകും. വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദ്, ഒരാളോടും നിന്റെ ഖൽബിൽ ഒരു പകയുമില്ല, ഒരു വിദ്വേഷവുമില്ല, ഒരു ദേഷ്യവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അനസേ ഫഇന്നഹു മിൻ സുന്നതി, അതെന്റെ ചര്യയിൽ, എന്റെ മാതൃകയിൽപ്പെട്ടതാണ്. എന്റെ ആ മാതൃക പിൻപറ്റി നീ ജീവിക്കുമ്പോ എന്നോടൊപ്പം സ്വർഗത്തിലെത്താൻ കഴിയും. നല്ല തെളിച്ചമാർന്ന മനസ്സ് കൊണ്ടു നടക്കണമെന്നാണ് അരുമശിഷ്യൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ